അസ്സലാമു അലൈക്കും കൂട്ടുകാരെ. ദാ റമദാൻ എത്താറായി. എന്നാൽ പോലും നമുക്ക് ആ ദുആ ചെയ്യണം അല്ലേ? കാരണം ഒരു ദിവസം കൂടി ഇനിയുമുണ്ട്. അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ. അപ്പോൾ കാരുണ്യത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും ഈ മാസം കൂടെ എത്തിക്കഴിഞ്ഞു. ഇൻഷാ അല്ലാ ഐ കാൺട്ട് വെയിറ്റ് ഫോർ റമദാൻ ടു ബിഗിൻ. അപ്പോൾ ഈ റമദാനായിട്ട് നിങ്ങൾക്ക് എന്താ പ്ലാൻ ഉള്ളത്? ഓ, പ്ലാനൊന്നും ഇല്ലേ? എന്നാൽ കുഴപ്പമില്ല, നമുക്കിപ്പോൾ പ്ലാൻ ഉണ്ടാക്കാമല്ലോ. അത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ. ഓക്കെ, അപ്പോൾ 5 പോയിൻറ്റ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പോയിൻറ്റ് നമ്പർ 1 എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഓർക്കണം. എന്തോരം പറ്റുമോ അത്രയും. ചുമ്മാ ഓർത്താൽ പോരാട്ടോ, നിങ്ങളുടെ നാവും കൂടി ഹെൽപ്പ് ചെയ്യണം. എങ്ങനെയാണെന്നറിയോ? പറ്റുന്ന അത്രയും തവണ സുബ്ഹാനല്ലാ, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, അസ്തഗ്ഫിറുല്ലാ, ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ മിനിമം ടാർഗറ്റ് 100 ടൈംസ്. 100 ടൈംസ് എങ്കിലും നമ്മൾ സുബ്ഹാനല്ലാ, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, അസ്തഗ്ഫിറുല്ലാ, ഇതൊക്കെ പറയണം കേട്ടോ. ഇതിനൊക്കെ എന്തോരം ഗുഡ് പോയിൻറ്റ്സാണ് കിട്ടുകയെന്നറിയോ? ഗുഡ് പോയിൻറ്റ്സിനെ വേണമെങ്കിൽ നമുക്ക് ജന്ന പോയിൻറ്റ്സ് എന്ന് വിളിക്കാം. കാരണം ഈ പോയിൻറ്റ്സ് ഒക്കെ കിട്ടിയിട്ട് നമുക്ക് എവിടെയാണ് പോകേണ്ടത്? സ്വർഗത്തിൽ പോകണ്ടേ? ഇൻഷാ അല്ലാ. അള്ളാൻ്റെ മേഴ്സിയും നമ്മൾ കുറേ ഹാർഡ് വർക്ക് ചെയ്ത് ഇങ്ങനെ കിട്ടുന്ന ജന്ന പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ജന്നത്തിൽ പോകാം. ജന്നത്തിൽ പോകണം എന്തിനാ? വി ക്യാൻ മീറ്റ് അവർ ബിലവഡ് പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓക്കെ, അപ്പോൾ അതാണ് പോയിൻറ്റ് നമ്പർ 1. പിന്നില്ലേ, നിങ്ങൾക്ക് നിങ്ങളുടെ ഫിംഗേഴ്സിൽ തന്നെ എങ്ങനെ 50 ടൈംസ് കൗണ്ട് ചെയ്യാന്നുള്ളത് ഞാൻ ഒരു പിക്ചർ അയച്ചതിന് ശേഷം അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി മനസ്സിലായില്ലെങ്കിൽ ആസ്ക് യുവർ മാമ, ഷീൽ ഹെൽപ്പ് യു. അതുപോലെ റൈറ്റ് ഹാൻഡിൽ 50 ടൈംസ് കൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു തവണയും കൂടി കൗണ്ട് ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കംസ് 100. സോ ഡോണ്ട് ഫർഗെറ്റ്, മിനിമം 100 ടൈംസ് സുബ്ഹാനല്ലാ, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, അസ്തഗ്ഫിറുല്ലാ. ഓക്കെ, ഇനി പോയിൻറ്റ് നമ്പർ 2. ഈ റമദാൻ മാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ഇത് ഖുർആൻ അവതരിപ്പിച്ച മാസവും കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നത് എത്രയോ മാക്സിമം ടൈം ഖുർആൻ പാരായണം ചെയ്യണം. അതുപോലെ നിങ്ങൾ കുഞ്ഞു കുട്ടിയാണ്, നിങ്ങൾ ഖുർആൻ റിസൈറ്റ് ചെയ്യാനൊന്നും തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? നിങ്ങളുടെ ഉമ്മയുടെ അടുത്ത് അല്ലെങ്കിൽ വാപ്പിയുടെ അടുത്ത് ആ ഫോണിൽ എനിക്ക് ഖുർആൻ ഒന്ന് വെച്ച് തരുമോ എന്ന് ചോദിക്കുക. എന്നിട്ട് പരമാവധി കേൾക്കാൻ ശ്രമിക്കുക. അങ്ങനെ കേട്ട് 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 പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തോരം സാധിക്കുമോ അത്രയും സമയം ഖുർആൻ്റെ കൂടെ ചെലവഴിക്കണം. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഓൺ ടു പോയിൻറ്റ് നമ്പർ 3. എന്താണ്? നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടൊരു മത്സരം തന്നെ ആയിരിക്കണം. ആരോട് മത്സരിക്കാൻ? നിങ്ങൾ നിങ്ങളോട് തന്നെ മത്സരിക്കണം. എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? ആക്ച്വലി അതിൻ്റെ ലിസ്റ്റിന് ഒരു അവസാനമില്ല കേട്ടോ. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം? നോമ്പ് തുറന്നു കഴിയുമ്പോൾ പാത്രങ്ങളൊക്കെ തിരിച്ചുകൊണ്ട് കിച്ചണിൽ വയ്ക്കാം. വേണമെങ്കിൽ അത് കഴുകി കൊടുക്കാം. അതുപോലെ ടയേർഡായിട്ടിരിക്കുന്ന വാപ്പീൻ്റെ തലമൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ ചെറിയ അനിയനൊക്കെ ഉണ്ടെങ്കിൽ അവരവരുടെ ഹോംവർക്കൊക്കെ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാം. അവരെയും കൂടെ ഇരുത്തി നിങ്ങൾ ദിക്റൊക്കെ ചൊല്ലാൻ എന്താ പറയുക, മോട്ടിവേറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, പിന്നെ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ടോ, എന്തൊക്കെ ചെറുതും വലുതുമായിട്ടുള്ള ഹെൽപ്പ് ഉണ്ടോ, അതൊക്കെ ചെയ്യണം കേട്ടോ റമദാനിൽ. കാരണം അത്രയും കൂടുതൽ ജന്ന പോയിൻറ്റ്സ് നമുക്ക് കളക്ട് ചെയ്യാം. പിന്നെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ റിവാർഡഡ് ആണ് എന്ത്? ചീത്ത കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുക. ഫോർ എക്സാമ്പിൾ, ദേഷ്യം. നമ്മൾ റമദാനിൽ നോമ്പൊക്കെ എടുക്കുമ്പോൾ ദേഷ്യം ചിലപ്പോൾ കുറച്ച് പെട്ടെന്ന് വരും അല്ലേ? അത് കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. ഇപ്പോൾ എണീറ്റ് നിൽക്കുമ്പോഴാണ് ദേഷ്യം വരണമെങ്കിൽ ഒന്ന് ഇരുന്ന് നോക്കിയേ, ദേഷ്യം കുറയും. എന്നിട്ടും കുറഞ്ഞില്ലെങ്കിലോ, നേരെ ഓടി ബാത്റൂമിൽ ചെന്നിട്ട് വുദു ചെയ്യുക. ആ തണുത്ത വെള്ളമൊക്കെ മുഖത്തും കയ്യിലും കാലിലൊക്കെ വീഴുമ്പോണ്ടല്ലോ നമ്മുടെ ദേഷ്യം തന്നെ പോയിക്കോളും. ഇത് ഞാൻ പറഞ്ഞല്ല കേട്ടോ, നമ്മുടെ പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഒരു ഹദീസിൽ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയായിരുന്നു പോയിൻറ്റ്സ്? ഒന്നും കൂടി ഓർക്കട്ടെ. ഫസ്റ്റ് വൺ, റിമെമ്പർ അല്ലാഹു സുബ്ഹാനഹു വ തആല ആസ് മച്ച് ആസ് പോസിബിൾ, ദിക്ർ. നമ്പർ 2, ഖുർആൻ. നമ്പർ 3, നല്ല കാര്യങ്ങൾ ചെയ്യുക, ചീത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കുക. ഇനി നമ്പർ 4, ദുആ. എന്തോരം സാധിക്കുമോ, എത്രമാത്രം സാധിക്കുമോ അത്രയധികം ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആലേൻ്റെ അടുത്ത് നന്മയ്ക്ക് വേണ്ടിയിട്ടും നമ്മുടെ ഈ ദുനിയാവിലെയും ആഖിറയിലെയും നന്മയ്ക്ക് വേണ്ടിയിട്ടും ഒക്കെ ദുആ ചെയ്യുക.
അതുപോലെ ഉണ്ടല്ലോ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയും ദുആ ചെയ്യുക. അവർക്ക് നിങ്ങളോട് എന്തോരം സ്നേഹമുണ്ടെന്ന് നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ആക്ച്വലി നിങ്ങൾ ചിന്തിച്ച് നോക്കിയാലും ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം അവർക്ക് നിങ്ങൾ അത്ര അധികം ഇഷ്ടമാണ്. ഇപ്പോൾ തന്നെ നോക്കിയേ, ഈ ഗ്രൂപ്പിൽ നിങ്ങളുടെ ഉമ്മമാരെ ചേർന്നില്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് നല്ലത് വരണമെന്ന് വിചാരിച്ചിട്ടല്ലേ? അപ്പോൾ നിങ്ങളുടെ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടിയിട്ടുള്ള ഒരു ദുആ, അതാവാം നമുക്ക് ഈ റമദാനിൽ ആദ്യം പഠിക്കുന്നത്. ഞാൻ പറഞ്ഞു തരട്ടെ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ഇത് നമ്മുടെ ഖുർആനിൽ 17ാമത്തെ സൂറത്തിലെ 25ാമത്തെ ആയത്താണ് കേട്ടോ. അൽ ഇസ്ര എന്ന് പറയുന്ന സൂറത്തിലുള്ളത്. അതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്യട്ടെ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ. അല്ലാഹുവേ, അവരിരുവരും ചെറുപ്പത്തിൽ എന്നെ ഏതു പ്രകാരം പോറ്റി വളർത്തിയോ അതേ പ്രകാരം നീ അവർക്ക് കരുണ ചെയ്യണമേ. അതാണ് കേട്ടോ അതിൻ്റെ അർത്ഥം. ഈ ദുആ എന്തായാലും ഈ റമദാൻ തീരുന്നതിന് മുമ്പ് നിങ്ങൾ പഠിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഇപ്പം തന്നെ പഠിക്കാൻ പറ്റില്ലെങ്കിൽ ഉമ്മയുടെ അടുത്ത് വാപ്പിയുടെ അടുത്ത് അതൊരു പേപ്പറിൽ ഒന്ന് എഴുതി തരാൻ പറ. എന്നിട്ട് അത് നോക്കി വായിച്ച് പഠിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ഉമ്മയുടെ അടുത്തൊന്ന് റിപ്പീറ്റ് ചെയ്ത് തരാൻ പറഞ്ഞാലേ മതി. ഇറ്റ്സ് എ വെരി ഈസി ദുആ. ഇൻഷാ അല്ലാ നിങ്ങൾക്ക് എന്തായാലും അത് പഠിക്കാൻ പറ്റും. എന്നിട്ട് ഈ റമദാനിൽ മാത്രമല്ല, അതിന് ശേഷവും നിങ്ങൾ നിങ്ങളുടെ ഉമ്മയ്ക്കും വാപ്പിക്കും വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കണം. ആക്ച്വലി അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് തന്നെയാണ് നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഗിഫ്റ്റ്. ചെയ്യില്ലേ? ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഫൈനൽ പോയിന്റിലോട്ട് പോവാം. എന്താണ് ഫൈനൽ പോയിന്റ്? ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുണ്ടല്ലോ ഇഹ്സാനോടുകൂടി ചെയ്യുക. എന്താണ് ഈ ഇഹ്സാൻ? അതായത് എക്സലൻസ്, പെർഫെക്ഷൻ, ഏറ്റവും നല്ല രീതിയിൽ. ഇന്നിനിപ്പോൾ 100 തവണ സുബ്ഹാനല്ലാഹ് ഓതണമല്ലോ. അങ്ങനെ ആവരുതിട്ടോ ചിന്തിക്കണേ. അള്ളാഹിനോട് താങ്ക് യു പറയണം. നമുക്ക് ഈ റമദാൻ മാസത്തിൽ പൂർണ്ണ ആരോഗ്യത്തോടുകൂടി പഠിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യാൻ സാധിക്കണില്ലേ? അപ്പം അങ്ങനെ വേണം. പിന്നെ പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ റമദാനിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യം ഈ 2 ക്വാളിറ്റീസ് ഉണ്ടാവണം. എന്തൊക്കെയാ? ഈമാനും ഇഹ്തിസാബും. ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ? പഠിച്ചുകൊണ്ടുള്ള വിശ്വാസം. നമ്മുടെ മനസ്സിൽ ആ പൂർണ്ണ വിശ്വാസം ഉണ്ടാവണം. എൻ്റെ റബ്ബ് എന്നെ കാണുന്നുണ്ട്, എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ റബ്ബ് അറിയുന്നുണ്ട്, എൻ്റെ ദുആകളൊക്കെ പഠിച്ചോൻ സ്വീകരിക്കും. അതുപോലെ ഇഹ്തിസാബ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മൾ ഈ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്കും ഇബാദത്തിനൊക്കെ പഠിച്ചോ നമുക്ക് ഗുഡ് പോയിൻറ്റ്സ് തരും. ആ എക്സ്പെക്റ്റേഷനോടുകൂടി, ആ പ്രതീക്ഷയോടുകൂടി വേണം നമ്മൾ ഓരോ നല്ല കാര്യങ്ങളും ചെയ്യാൻ. ഓക്കെ. ഈമാൻ ആൻഡ് ഇഹ്തിസാബ് മറക്കണ്ട. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളുടെ റമദാൻ പ്ലാനൊക്കെ നിങ്ങൾ മനസ്സിൽ നിശ്ചയിച്ചുറപ്പിക്കുക. വേണമെന്നുണ്ടെങ്കിൽ അതെവിടെയെങ്കിലും എഴുതി വയ്ക്കുക. എന്നിട്ട് അള്ളാൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ. അപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു കാര്യം കൂടി, നാളത്തെ ക്ലാസ് എന്തിനെ കുറിച്ചായിരിക്കും എന്നൊരു ക്ലൂ വേണോ? ആക്ച്വലി ഒന്നല്ല, 7 ഡിഫറെൻറ്റ് ക്ലൂസ് തരാം. എന്തായിരിക്കും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ കേട്ടോ. ക്ലൂ നമ്പർ 1, അൽ കിതാബ്. നമ്പർ 2, അൽ ഖുർആൻ. നമ്പർ 3, സബഅ മഥാനി. നമ്പർ 4, അസ്സലാ. നമ്പർ 5, അൽ ഹംദ്. നമ്പർ 6, അർ-റുഖ്യ. നമ്പർ 7, അഷിഫ. നിങ്ങൾ കുറച്ച് പേർക്കൊക്കെ ഇതെന്താണെന്ന് മനസ്സിലായി കാണും. മനസ്സിലായിട്ടില്ലെങ്കിൽ നാളെ ഇൻഷാ അല്ലാ let's learn together.